റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ഇറാന് അനുകൂലമായിട്ട് യുദ്ധത്തിന് വരാനോ അവരെ പരസ്യമായി ഈ സൈന്യങ്ങളെ അയച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ സഹായിക്കാനുള്ള ശേഷി റഷ്യക്കില്ല. ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചൈന തയ്യാറാവത്തില്ല. കാരണം ചൈനയുടെ ലക്ഷ്യം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി, സൈനിക ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി വളരുക എന്നതാണ്. അതിനെ തടസ്സം വരുന്ന ഒരു പദ്ധതികളിലേക്കും ചൈന പോവില്ല. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ചൈനയും റഷ്യയുമാണ്. മറ്റൊരു രാജ്യം തുർക്കിയാണ്. ഈ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് രണ്ടാമത്തെ തവണ അധികാരം ഏറ്റെടുത്തപ്പോൾ ലോകമൊട്ടാകെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച്. അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ്, പ്രവചിക്കാൻ കഴിയാത്ത പ്രസിഡന്റാണ്. വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ആന്റണി സാർ തന്നെയാണ് ഒപ്പമുള്ളത്. സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയോ ഇറാനിലെ ആക്രമണം എന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി ചോദിക്കാനുള്ളത്, അമേരിക്ക ഇറാനിൽ കരയുദ്ധത്തിന് ഇറങ്ങാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്നുണ്ട്. കുർദുകളെ ഇറക്കാനുള്ള നീക്കം ചീറ്റിയതുകൊണ്ടാണ് ഈ തീരുമാനം മാറ്റി നേരിട്ട് കരയുദ്ധത്തിന് ഇറങ്ങുന്നത് എന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത്. ശരിക്കും കരയുദ്ധത്തിന് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇറാനെതിരായിട്ട് നടത്തുന്ന യുദ്ധം ഇറാന്റെ ഭരണമാറ്റം മാത്രമല്ല ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന്റെ പശ്ചിമേഷ്യയിലെ പദ്ധതികൾ, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഇസ്രായേലിന് കൈവശമുള്ള ഭൂമിക്ക് പുറമെ പലസ്തീൻ പ്രദേശം, ജോർദാന്റെ പ്രദേശം, ലിബിയയുടെ പ്രദേശം, ഈജിപ്തിന്റെ പ്രദേശം, അങ്ങനെ സിറിയയുടെ പ്രദേശം, ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂട്ടി ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റിനനുസരിച്ച് രാഷ്ട്രമുണ്ടാക്കുക എന്നുള്ള സ്വപ്നം കൊണ്ടു നടക്കുന്നയാളാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നയാൾ. അപ്പൊ അവരുടെ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആശയത്തിന് തടസ്സമായി പശ്ചിമേഷ്യയിൽ നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. അപ്പൊ ആ ഇറാനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായി വിഴുങ്ങിക്കൊണ്ട് അതിനുശേഷം ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മുഴുക്കെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരെ അടക്കി നിർത്തിക്കൊണ്ടുള്ള അവരുടെ അധീശത്വം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതോടൊപ്പം പശ്ചിമേഷ്യ മുഴുക്കെ ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തൊട്ടാകെയുള്ള രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുക എന്ന് പറയുന്ന അമേരിക്കയുടെ ലക്ഷ്യം, ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം നടത്തുന്നതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്, ഒളിച്ചു വയ്ക്കപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് വാസ്തവത്തിൽ ഇറാനെ ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കി അവിടെ ഷിയാകളുണ്ട്, സുന്നികളുണ്ട്, ബലൂച്ചുകളുണ്ട്, കുർദുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളെ ആ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയുധം കൊടുത്തുകൊണ്ട് അവരെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ 4 കഷണങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും ദുർബലമാക്കി ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു എതിരില്ലാത്ത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് അവരുടെ കയ്യിലുള്ളത്. അത് ഈ ആദ്യത്തെ ആക്രമണത്തിലൂടെ നടന്നിട്ടില്ല. ഇനി കരയാക്രമണത്തിലൂടെ നടത്താൻ കഴിയുമെന്ന് നോക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നമുക്കെല്ലാവർക്കും അറിയാം, ഈ കുർദുകൾക്കും എല്ലാം ആയുധം കൊടുത്ത് ഇവരെ ഒന്ന് ആഭ്യന്തര സംഘർഷത്തിലേക്ക് നയിക്കാമോ എന്ന് നോക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അവർ തുടർന്ന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ കരയുദ്ധത്തിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പട്ടാളക്കാര് കൂടുതലായി മരിക്കും. കാരണം അതിന്റെ ഭൂമിശാസ്ത്രം ആ തരത്തിലുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം അങ്ങനെയുള്ളതാണ്. അവിടത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമം അമേരിക്ക തീർച്ചയായിട്ടും നടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടത്തിക്കഴിഞ്ഞാൽ വലിയ ആൾനാശം അമേരിക്കയ്ക്കുണ്ടാവും. അതോടതിരാതെ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വിജയിക്കാനും പോകുന്നില്ല. സർ, കഴിഞ്ഞ ദിവസം റഷ്യയും ചൈനയും തങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിട്ടുണ്ട്. പല വിദഗ്ധരും പറഞ്ഞിരുന്നത് ചൈനയും റഷ്യയും ഒരു കാരണവശാലും ഇപ്പോൾ ഇറാനെ സഹായിക്കില്ല എന്നായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇറാന് ഇവർ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സഹായം നൽകിയത്? അത്തരം വാർത്തയ്ക്കകത്ത് വാസ്തവത്തിൽ വലിയ വസ്തുതയില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം സഹായിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ചൈനയും റഷ്യയുമാണ്. മറ്റൊരു രാജ്യം തുർക്കിയാണ്. ഈ 3 രാജ്യങ്ങളാണ് വാസ്തവത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തികമായും സൈനികമായും സാങ്കേതികം എന്ന് പറഞ്ഞാൽ ഈ മിലിറ്ററി ടെക്നോളജി, അതായത് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ, ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വാസ്തവത്തിൽ ഇറാന് പങ്കുവയ്ക്കുന്നത് ഈ റഷ്യയും ചൈനയുമാണ്. ഇപ്പോഴും
എന്ന് മാത്രമല്ല അവർ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങിച്ചുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കുന്നത് ചൈനയാണ്. എന്ന് മാത്രമല്ല രഹസ്യമായി ഈ രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ആയുധത്തിന്റെ ഘടകങ്ങൾ നൽകുന്നുണ്ട് ചൈന. ഇത് പുതിയ കാര്യമല്ല, പഴയ കാര്യമാണ്, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നാം കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ഇറാന് അനുകൂലമായിട്ട് യുദ്ധത്തിന് വരാനോ അവരെ പരസ്യമായി ഈ സൈന്യങ്ങളെ അയച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ സഹായിക്കാനുള്ള ശേഷി റഷ്യക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈനെതിരായിട്ടുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാമ്പത്തിക സൈനിക ബുദ്ധിമുട്ടുകൾ റഷ്യക്കുണ്ട്. അതുകൊണ്ട് റഷ്യക്ക് തീർച്ചയായിട്ടും ഈ ഇറാനെ സഹായിക്കാൻ കഴിയത്തില്ല. ചൈന എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? ചൈന നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ പല യുദ്ധങ്ങൾ ഉണ്ട്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിൽ ഉണ്ടായ നിരവധി യുദ്ധങ്ങളുണ്ട്. ഈ യുദ്ധങ്ങളിൽ ഒന്നും തന്നെ പരസ്യമായ അവരുടെ സഖ്യകക്ഷികൾ ഉൾപ്പെട്ട യുദ്ധങ്ങളിൽ പോലും അവർക്ക് അനുകൂലമായ സൈനികമായി വരികയോ രാഷ്ട്രീയമായി അവർക്ക് ശക്തമായി പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ല. പ്രസ്താവനകളിലൂടെ ഈ ചൈന പറയും നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇവിടെയും പറഞ്ഞു അമേരിക്ക ചെയ്തത് തെറ്റാണ് എന്ന്, ഇസ്രായേൽ ചെയ്തത് തെറ്റാണ് എന്നവർ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ ചൈന തയ്യാറാവത്തില്ല. കാരണം ചൈനയുടെ ലക്ഷ്യം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി, സൈനിക ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി വളരുക എന്നതാണ്. അതിനെ തടസ്സം വരുന്ന ഒരു പദ്ധതികളിലേക്കും ചൈന പോവില്ല. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇറാൻ. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, ചബഹർ പോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള രാജ്യമാണ്. ഈ അടുത്ത കാലത്ത് വലിയ കരാറുകളിലും 25 വർഷം നീണ്ടു നിൽക്കുന്ന കരാറിൽ വരെ ഒപ്പിട്ടതാണ്. പക്ഷേ സൈനികമായ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് ചൈന സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് റഷ്യയും ചൈനയും പരസ്യമായി അല്ലെങ്കിൽ സൈനികമായി ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരാത്തതെന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. വാർത്തകൾ ശരിയാണ് എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ മാസം അവസാനം മുതൽ അടുത്ത മാസം ആദ്യം വരെ ഈ ചൈന സന്ദർശിക്കാനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് സഹായത്തിന് വന്നില്ലെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈന സന്ദർശനം റദ്ദാക്കും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ചുരുക്കത്തിൽ റഷ്യയും ചൈനയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പല തരത്തിലും സഹായിക്കുന്നുണ്ട്, സൈനികമായി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഒഴികെ. ട്രംപ് ഓരോ ദിവസവും തൻ്റെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നതല്ല അടുത്ത ദിവസം പറയുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണോ ശരിക്കും ട്രംപും നെതന്യാഹുവും? അമേരിക്ക തോറ്റ അവസ്ഥയിലായോ കാര്യങ്ങൾ? ഈ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് 2ാമത്തെ തവണ അധികാരമേറ്റെടുത്തപ്പോൾ ലോകമൊട്ടാകെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച്. അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ്, പ്രവചിക്കാൻ കഴിയാത്ത പ്രസിഡന്റാണ് ഇദ്ദേഹം. സ്വന്തം അഭിപ്രായങ്ങൾ മിനിറ്റിന് മാറ്റി പറയുന്ന ആളാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അദ്ദേഹം പരസ്യമായി അമേരിക്കയോടും ലോകത്തോടും പറഞ്ഞ കാര്യങ്ങൾ പോലും അദ്ദേഹം ലംഘിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരന്തരമായ യുദ്ധങ്ങൾക്ക് പോകില്ല, ഞാൻ സമാധാന പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നയാൾ 2025 തന്നെ 7 രാജ്യങ്ങൾക്കെതിരെ യുദ്ധം നടത്തി. എന്ന് മാത്രമല്ല, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, പ്രതിരോധ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. പീറ്റ് ഹെക്സത്ത് ആണ് അതിന്റെ സെക്രട്ടറി. ആ പീറ്റ് ഹെക്സത്തിന്റെ വകുപ്പിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്നുള്ളത് മാറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നാക്കി. അതായത് സമാധാന പ്രസിഡന്റ് എന്തിനാണ് ഈ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പാക്കി മാറ്റുന്നത് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ യുദ്ധമാണ്. അതായത് ഈ ബ്രൂട്ട് ഫോഴ്സ്, അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമുക്കറിയാം 2025 ഇറാനെതിരെ യുദ്ധം നടത്തി ജൂൺ മാസം. അദ്ദേഹം പറഞ്ഞ എന്താണ്, നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഞാൻ നിങ്ങൾക്ക് 10 ദിവസം തരുന്നു എന്ന് പറഞ്ഞ് ദിവസം കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്തി. ഇപ്പോൾ നമ്മൾ കണ്ട എന്താണ്, ഇപ്പോൾ ജനുവരി മാസം മുതൽ ഈ ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച നടത്തി സമവായത്തിലെത്തൂ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഞാൻ 2 ആഴ്ച തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് തീരുന്നതിന് മുമ്പ് ഇറാനെതിരെ അമേരിക്ക ആക്രമണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്, വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അവർ പറയുന്നത് എന്താണ്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ചർച്ചയ്ക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇറാന്റെ നേതാക്കൾ പറയുന്നതാണ്, ഞങ്ങൾ ഒരു കാരണവശാലും ഈ ചർച്ചകൾക്ക് പോകില്ല. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഉപാധികൾ അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കണം. അവർ പറഞ്ഞ ഉപാധികളുണ്ട്. ഒന്ന്, ഞങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമാധികാരം അംഗീകരിക്കണം. ഞങ്ങളുടെ ആവശ്യമില്ലാതെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തരുത് എന്ന് മാത്രമല്ല, യുദ്ധത്തിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടപരിഹാരം നൽകണം എന്ന് പറയുന്ന തരത്തിലുള്ള ഉപാധികൾ വെച്ചിരിക്കുകയാണ് ഇറാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ പറഞ്ഞ തരത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യുമെന്ന് ലോകത്ത് ആർക്കും പറയാം. അദ്ദേഹത്തിന് പോലും അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രസിഡന്റാണ് അദ്ദേഹം. അത് അപകടകാരിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, അങ്ങനെയുള്ള രാജ്യം അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം ഉപയോഗിച്ച് മറ്റ് ദുർബലരായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദുർബലരായിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ പറഞ്ഞു. ഇപ്പൊ ജനുവരി മാസം അദ്ദേഹം വെനസ്വേലയ്ക്കെതിരെ യുദ്ധം നടത്തി, ഫെബ്രുവരി മാസം അത് ഇറാനെതിരെ യുദ്ധം നടത്തി. അദ്ദേഹം പറയാണ് മാർച്ച് മാസം ഞാൻ ക്യൂബയ്ക്കെതിരെയാണ് യുദ്ധം നടത്താൻ പോകുന്നത്, ഏപ്രിൽ മാസം അത് മെക്സിക്കോക്കെതിരെ യുദ്ധം നടത്തും, മെയ് മാസം അത് കൊളംബിയക്കെതിരെ യുദ്ധം നടത്തും, പിന്നെ അടുത്ത കഴിഞ്ഞ് പനാമയ്ക്കെതിരെ യുദ്ധം നടത്താം, അത് കഴിഞ്ഞ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ലോകത്തെ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട്, ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട്, അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ലോക സമാധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി മനുഷ്യന്റെ സമാധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉയർന്നു വന്നിരിക്കുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അത് ഒരു ഇന്ത്യയിലെ ഒരു പ്രസിദ്ധനായ വിദേശകാര്യ വിദഗ്ധരായിട്ടുള്ള ബ്രഹ്മചെലാനി ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഈ ഹിറ്റ്ലറെക്കാൾ വലിയ അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് ട്രംപ് എന്നാണ്. അപ്പൊ അത്രമാത്രം അപകടകാരിയായിട്ടുള്ള ട്രംപാണ് അദ്ദേഹം യാതൊരു സ്റ്റെബിലിറ്റി, ഈ ജെഫ്രി സാക്സിനെ പോലെയുള്ള അമേരിക്കൻ ചിന്തകന്മാർ പറയും ഇദ്ദേഹത്തിന് സ്ഥിരതയില്ല, സ്ഥിരബുദ്ധിയില്ല എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അടുത്ത 3 വർഷം ലോകത്തുണ്ട് എന്നുള്ളത് ഞെട്ടലോടെ മാത്രമേ ഓരോ ആളുകൾക്കും ചിന്തിക്കാനായിട്ട് കഴിയൂ. സാർ, ഈ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിന് എങ്ങനെ ഒരു പര്യവസാനം ഉണ്ടാകും? ആര് മുൻകൈയെടുക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ? യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇനി എന്ത് സംഭവിക്കണം? യുദ്ധം അവസാനിക്കണമെങ്കിൽ ട്രംപ് തന്നെ തീരുമാനിക്കണം. ട്രംപ് തന്നെ തീരുമാനിച്ചാലേ യുദ്ധം അവസാനിക്കാൻ കഴിയൂ. കാരണം യുദ്ധം തുടങ്ങി വെച്ചത് ട്രംപും ഇസ്രായേലും ചേർന്നിട്ടാണ്. യുദ്ധം തുടങ്ങി വെച്ചവർക്ക് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പൊ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ട്രംപ് വരുന്നുണ്ട്. കാരണം അത്രമാത്രം ശത്രുത, അത്രമാത്രം എതിർപ്പ് അമേരിക്കയിലെ പൊതുജനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളിൽ നിന്നും അത് ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നിരവധി സെനറ്റർമാരും നിരവധി ഗവർണർമാരും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ റിപ്പബ്ലിക്കന്മാരും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണം. ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതുണ്ട്. ഈ യുദ്ധത്തിന്റെ കെടുതികളുമായി നമ്മൾ തെരഞ്ഞെടുപ്പിൽ പോയാൽ നമ്മൾ പരാജയപ്പെടും. ഈ തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റാരെങ്കിലും, അതായത് പിന്നെ ഇവിടെ ഇതുവരെ സമ്മർദ്ദം ചെലുത്താനായിട്ട് കഴിയുന്ന ഒരു വിഭാഗം പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. അവർ പറയുന്ന നിരന്തരമായി അമേരിക്കക്കെതിരെ ഇപ്പോൾ ഒരു പരാതി പറയുന്നുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വച്ചേക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന്. എന്നാൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഈ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഇസ്രായേലിനെ മാത്രമാണ് രക്ഷിച്ചത്. അമേരിക്ക ഫസ്റ്റ് എന്ന് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന ട്രംപ് ഇസ്രായേൽ ഫസ്റ്റ് എന്ന നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. ഞങ്ങളുടെ എണ്ണസമ്പത്ത്, അതായത് എണ്ണസമ്പത്താണ് ഈ രാജ്യങ്ങളുടെ എല്ലാ സമ്പത്ത്, ആ എണ്ണസമ്പത്ത് തകർന്നു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെ നിലനിൽപ്പിന്റെ അപകടത്തിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത്. അവര് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. തീർച്ചയായിട്ടും ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവര് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കും. ആ എണ്ണ കേന്ദ്രങ്ങൾ പലതും ഇപ്പോൾ ആക്രമണത്തിൽ വന്നിട്ടുണ്ട്, പലതും അടച്ചിട്ടുണ്ട്. ഖത്തർ അവരുടെ ലിക്വിഫൈഡ് ഗ്യാസിന്റെ ഉൽപാദനം നിർത്തിവെച്ചിട്ടുണ്ട്. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ വലിയ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമേ, കാരണം ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംഘടനകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, അതിനൊന്നും ഈ ട്രംപ് ഒരു പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമാണ്. അവർ സമ്മർദ്ദം ചെലുത്തുകയും അമേരിക്കയിലെ ജനത ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്താൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളൂ. അതിന് ട്രംപാണ് ആ തീരുമാനം എടുക്കേണ്ടത്.